ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് പൊന്മുടി പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഒരു ഉപകാരപ്പെടും. നമ്മൾ വെളുപ്പിനെ 3:45 വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആറ്റിങ്ങിൽ നിന്നാണ് മണമ്പൂർ ആറ്റിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനും വിജിത്തും അരുണും കൂടെയാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. വിജിത്ത് തിരിച്ച് വീട്ടിൽ വേഗം വരണമെന്നുള്ളതുകൊണ്ട് നമ്മളോടൊപ്പം വിതുര അടുപ്പിച്ച് വരെ വന്നിട്ട് തിരിച്ചു പോയി. വിതുരയാണുള്ളത്. പൊന്മുടി കയറാൻ പോകണം. അപ്പോൾ കയറുമ്പോൾ അവിടെ പോയിട്ട് കഴിക്കാനായിട്ട് കുറച്ച് പ്രോട്ടീൻ, ഒരു മുട്ട ഈ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ഈ പാലം പണി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഒരു മഴയും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ മഴയില്ല. ഇപ്പോൾ രാവിലെ വെയിലാണ്. ഇപ്പോൾ പൊന്മുടി കയറുമ്പോൾ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഡൗട്ടായിരുന്നു. നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. മഴയുടെ ഒരു ലക്ഷണം പോലും കാണാനില്ലായിരുന്നു. ഈ റൈഡിൻ്റെ പ്രത്യേകത, നമ്മളോടൊപ്പം ഗോപു, പ്രണവ്, ജിത്തു, ഷമീർ ഇത്രയും പേര് ആദ്യമായിട്ടായിരുന്നു പൊന്മുടി കയറാൻ വന്നത്. ഇടയ്ക്കൊക്കെ നല്ല മഴക്കോളുണ്ട്. ഇപ്പോൾ ഒരു മഴ നമ്മൾ പ്രതീക്ഷിച്ചു. ഒരു ചെറിയ മഴയും കൂടെ പെയ്താൽ ഏറ്റവും നല്ല ക്ലൈമറ്റാണ്. മൂടൽ മഞ്ഞും മഴയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വെയിലും ഒന്നും കാണത്തില്ല. നമ്മളൊട്ടും ഡീഹൈഡ്രേറ്റ് ആകത്തില്ല. ഷമീർ അങ്ങനെ ആദ്യമായിട്ട് പൊന്മുടി കയറുവാണ്. പൊന്മുടി 20 കിലോമീറ്റർ. ഇങ്ങനെ ചെക്ക് പോയിൻറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പൊന്മുടി കയറാൻ. ഇനി ഒരു 12 കിലോമീറ്ററാണ്. അതിൽ 22 ഹെയർ പിൻ ഉൾപ്പെടെ നല്ല കയറ്റമാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. എല്ലാവരെയും കൊണ്ട് കയറണം. ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങി. ഒരുമിച്ച് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. MTV ഉണ്ട്, റോഡ് ബൈക്ക് ഉണ്ട്. കുരങ്ങന്മാർ ആക്രമിക്കും കേട്ടോ, സൂക്ഷിച്ചോളണം. അങ്ങനെ എല്ലാവരും തയ്യാറെടുക്കുകയാണ് പൊന്മുടി കയറാൻ. ഷമീർ ആദ്യമായിട്ടാണ് കയറുന്നത്. ബ്രോ രണ്ടാമത്, അരുണ് രണ്ടാമത്, ബ്രോ പിന്നെ പ്രോയാണ്. എത്രാമത് കയറുന്നത്? ഫസ്റ്റ് ടൈം. 4 ഫസ്റ്റ് ടൈം. അവൻ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ഹെയർ പിൻ ഗോപു അങ്ങനെ പോവാണ്. ഗോപു ആദ്യമായിട്ടാണ് കയറുന്നത്. സ്ലോ പേസിൽ ഇങ്ങനെ പോവാണ്. നോക്കാം ഏതുവരെ കയറുമെന്ന്. എന്തായാലും ഒന്ന് പൊന്മുടി കീഴടക്കിയിട്ട് ഇറങ്ങുമെന്നാണ് ഗോപു പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ജിത്തു ചവിട്ടുകയാണ്. അപ്പോൾ നമ്മൾ 3 ഹെയർ പിൻ കഴിഞ്ഞു. ഇനി ബാക്കി 18 ഉണ്ട്. സ്പീഡൊന്നും അയ്യോ, ആനപ്പിണ്ടം. ആന ഇതിലേക്ക് പോയി കേട്ടോ. അങ്ങനെ 3 ഹെയർ പിൻ കഴിഞ്ഞു. ജിത്തുവും ഗോപുവും സ്ലോ പേസിൽ അവരുടെ സ്പീഡിൽ ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഞാൻ 3, 4, 5 ഹെയർ പിൻ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ബാക്കിലും ഫ്രണ്ടിലും ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഒരു ആനപ്പിണ്ടമൊക്കെ കണ്ട് ആനയും പേടിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് കാട്ടിലൂടെ കാനന ഭംഗിയും ആസ്വദിച്ച് ചവിട്ടുവാണ്. ഒരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രണവിന് ക്രാമ്പിൻ്റെ ഒരു ടെൻഡൻസി തോന്നി. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിവിൻ ബ്രോ ഇലക്ട്രോലൈറ്റ് കൊടുക്കുകയാണ്. 10-12 ഹെയർ പിൻ കഴിഞ്ഞപ്പോൾ അവിടെ ശ്രീയഷും റാമും റോബിൻ ബ്രോയും ഉണ്ടായിരുന്നു. റോബിൻ ബ്രോ അരുവിലേക്ക് ഇറങ്ങി കാലൊക്കെ നനച്ച് ക്രാമ്പ് അടിക്കാതിരിക്കാൻ സെറ്റാക്കി കയറുകയാണ്. 12ാമത്തെ ഹെയർ പിന്നിൽ അരുൺ സ്ട്രെച്ച് ചെയ്യുകയാണ് ഗൈസ്. ലാസ്റ്റ് ടൈം പോലെ ഇപ്രാവശ്യവും ഒറ്റ സ്ട്രെച്ച് കയറാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. ഷമീർ ചായ പിടിച്ച് എനർജി നേടുകയാണ്.
റാമിന് ലാസ്റ്റ് ടൈം വന്നപ്പോൾ വെയിലായിരുന്നു, മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്രാവശ്യം മഞ്ഞൊക്കെ കണ്ടപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് വരുവാണ്. ഓക്കെ, ഷമീർ പിന്നെ ഒരു രക്ഷയില്ല, തീയായിരുന്നു. നോൺ സ്റ്റോപ്പ് സെക്കൻഡ് ടൈം. മുകളിലത്തെ ചെക്ക് പോയിന്റിൽ അവർ ചെക്കിങ്ങിനായിട്ട് പിടിച്ച് നിർത്തി. എന്നെയും റാമിനെയും പിടിച്ച് നിർത്തി. അവർ ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കാനായിട്ട് അവിടെ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ നോൺ സ്റ്റോപ്പ് റൈഡ് 22 ഹെയർ പിൻ കഴിഞ്ഞ് ചെക്ക് പോയിന്റിൽ മുകളിലത്തെ ചെക്ക് പോയിന്റിൽ വെച്ച് ഇറങ്ങേണ്ടി വന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. പിന്നെ കുറച്ച് നേരമായിട്ട് ആരെയും കണ്ടില്ല. അങ്ങനെ ഞാൻ റാമും കൂടെ അങ്ങ് പൊന്മുടിയിലോട്ട് പോയി. ചെക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ടും തീരത്തില്ല. പിന്നെയും ചവിട്ടിയാലും നമ്മളങ്ങ് മുകളിലെത്തത്തില്ല. അങ്ങനെ ഏറ്റവും അവസാനം ഷമീർ ഓൾറെഡി പോയി, മുകളിൽ പോയി ഫിനിഷ് ചെയ്തു. ഫസ്റ്റ് പൊന്മുടി ട്രിപ്പ് സക്സസ്ഫുള്ളി ഷമീർ കംപ്ലീറ്റ് ചെയ്ത് മുകളിലുണ്ടായിരുന്നു. ഒരുത്തെന്താ അൺഹെൽത്തി ഐസ്ക്രീം കഴിക്കുന്നു, ഡയറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഡയറ്റ് തന്നെയാണ്, അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്. ഈ പറഞ്ഞ ആള് 2 ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഈ പറയുന്നത്. രണ്ടാമത്തത് അങ്ങനെ ആദ്യമായിട്ട് പൊന്മുടി അറിയാ. ഷമീർ ആദ്യം എത്തി, എല്ലാവരെയും മുന്നേ എത്തി. ഞാൻ അവസാനം എത്തിയെങ്കിലും ഞാൻ എത്തി. അടിപൊളി. എത്തു എങ്ങനെ ഉണ്ടായിരുന്നു? വായിന്നൊക്കെ പദമൊന്നുമില്ല. എന്തൊക്കെയായിരുന്നു? ഞാൻ യോഗ, കളരി എല്ലാം ചെയ്ത് എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളെല്ലാവരും വ്യൂ പോയിന്റിലോട്ട് സൈക്കിളുകളും എടുത്തുകൊണ്ട് പോയി. പൊന്മുടിയിലാകെ തീയിട്ട് ഇവിടെ അത്രയും ഭയങ്കര പുക. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല മഴയാണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ പോകാൻ നോക്കുക. എങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ കയറുമ്പോൾ മഴ ലക്ഷണമൊന്നുമില്ല, വെയിലാണ് എങ്കിൽ നല്ല ഡീഹൈഡ്രേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മഴ ഉള്ളപ്പോൾ പോയാൽ നല്ല കോടമഞ്ഞും എല്ലാം കാണാൻ പറ്റും. 3 മണിക്ക് എണീറ്റ് ഈ സൈക്കിൾ എടുത്ത് ചവിട്ടി പൊന്മുടി വന്നു. വീട്ടിലെത്ര AC ഇട്ട് കിടന്നുറങ്ങിയാണ് ഈ സുഖം കിട്ടും. കിടക്കുന്ന കിടപ്പ് കണ്ട. ഞാൻ ആദ്യമായിട്ട് പൊന്മുടി കയറിയപ്പോൾ അരുണും ഞാനും കൂടെയാണ് കയറിയത്. ഫസ്റ്റ് ടൈം നമ്മൾ കയറിയപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ കയറി. അന്ന് നല്ല കോടമഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോഴും കോടമഞ്ഞുണ്ടെങ്കിലും ചെറിയൊരു ചാറ്റൽ മഴയും കൂടെ ഉണ്ടെങ്കിൽ വൈബ് വേറെ ലെവലാണ്. നമുക്ക് ഒട്ടും ഡീഹൈഡ്രേറ്റ് ആവത്തില്ല, നല്ലതാണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് മഴ കിട്ടിയില്ല. പക്ഷേ മുകളിൽ നല്ല ക്ലൈമറ്റായിരുന്നു, അടിപൊളി ക്ലൈമറ്റായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഇടയ്ക്ക് വെയിൽ അടിക്കണേന്ന് ഒരാഗ്രഹിച്ചു, തണുപ്പൊന്ന് മാറാൻ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു, റീലൊക്കെ ഇടാൻ വേണ്ടി എല്ലാവരും വീഡിയോസൊക്കെ എടുത്തു, കുറേ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഹാപ്പിയായി. അതിനുശേഷം നമ്മൾ ഡൗൺ ഹിൽ ഇറങ്ങുന്ന വീഡിയോ എടുക്കണം വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ മൗണ്ട് ചെയ്തു, മൊബൈലും ഗോപ്രോയൊക്കെ മൗണ്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡൗൺ ഹിൽ ഇറങ്ങിയ വീഡിയോ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കയറി നോക്കിയാൽ കാണാം, എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊന്മുടി വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരു റൈഡറാണ്, പൊന്മുടി കയറിയിട്ടില്ല, ഓൾറെഡി ഒരുപാട് ചവിട്ടിയിട്ടുള്ള ആളാണെങ്കിൽ പ്രശ്നമില്ല. കുറച്ചൊന്ന് ട്രെയിൻ ഒരാഴ്ച ചവിട്ടി, കുറച്ച് കയറ്റങ്ങളൊക്കെ ചവിട്ടി, ഒരു 100-150 കിലോമീറ്റർ ചവിട്ടി ഒക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പോയി ഈസി ആയിട്ട് പൊന്മുടി കയറിയിട്ട് വരാൻ പറ്റുന്നതാണ്. വലിയ കാര്യമൊന്നുമില്ല. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ന്യൂ റൈഡേഴ്സിനാണ് എൻ്റെ കാര്യമാണ്. ട്രിവാൻഡ്രത്തെ ടീംസ് എല്ലാം 40 മിനിറ്റിലൊക്കെ കയറും, ഒറ്റ സ്ട്രെച്ചിൽ 40 മിനിറ്റിലൊക്കെ കയറും. അപ്പോൾ പുതിയതായിട്ട് വരുന്നവരെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് പോയിട്ട് വരാം. അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേറ്റ് ആവാതെ നോക്കുക.
മസിൽ ക്രാമ്പ് പഠിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് സ്ട്രെച്ചെല്ലാം ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഉറങ്ങി ഒരു ദിവസം ഡെയിലിയായിട്ട് എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ പൊന്മുടി കയറാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്താൽ അവർക്ക് ഒരുപക്ഷെ ഉപകാരപ്പെടും. അപ്പോൾ പുതിയ റൈഡ് വിശേഷങ്ങളുമായി കാണുന്നവരെ ബൈ ബൈ.